ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചലച്ചിത്ര നടി ആറന്മുള പൊന്നമ്മയുടെ ഓർമ്മ ദിനമാണ് നാളെ. അവരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. മലയാള സിനിമ കണ്ട എല്ലാ തലമുറകൾക്കുമായി നല്ല ഒരമ്മയുണ്ട്. ഒരേയൊരു അമ്മ, ആറന്മുള പൊന്നമ്മ. പ്രശസ്ത അഭിനേത്രി ആറന്മുള പൊന്നമ്മ സുദീർഘമായ തൻ്റെ കലാജീവിതത്തെ ഓർത്തെടുക്കുകയാണ്. ഓർമ്മകളിലൂടെ ഒരമ്മ. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഒരു സംഗീതക്കാരിയായിട്ടാണ് കേരളത്തിലെ കലാരംഗത്ത് പ്രവേശിച്ചത്. സംഗീതം അഭ്യസിച്ചു, അമ്മയെ അഭ്യസിപ്പിച്ചു, സംഗീത പരീക്ഷ പാസ്സായി, സംഗീത അധ്യാപികയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. 16-ാമത്തെ വയസ്സിൽ ഞാൻ സംഗീത അധ്യാപികയായിട്ട് ജോലി പ്രവേശിച്ചു. കല്യാണവും കഴിഞ്ഞു അതിനിടയ്ക്ക്. അങ്ങനെ കുറച്ച് നാൾ ജോലി ചെയ്ത് 13 വർഷത്തോളം എനിക്ക് സർവീസുണ്ട്. അഭിനയ രംഗത്ത് വന്നത് സത്യത്തിൽ വളരെ യാദൃശ്യമായ ഒരു സംഭവമാണ്. തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ മ്യൂസിക് അക്കാദമി പഠിച്ച് പാസ്സായി കഴിഞ്ഞ് തിരുവനന്തപുരം ഗേൾസ് ഹൈസ്കൂളിൽ കോട്ടൺ ഹിൽ സ്കൂളിൽ പ്രൊമോഷൻ കിട്ടി. അപ്പോൾ എനിക്ക് 16 വയസ്സിലൊരു മകളും 26-ാമത്തെ വയസ്സിലൊരു മകനും ഇതിനിടയ്ക്ക് ഈ ജോലിയുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുടുംബജീവിതം നയിച്ചിരിക്കുന്ന ജോലിയുമായിട്ടിരിക്കുമ്പോഴാണ് ഈ തിരുവനന്തപുരത്തെ താമസം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ലീവ് എടുത്ത് വെറുതെ വീട്ടിൽ താമസിച്ചു. അപ്പോഴാണ് നാടകത്തിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചത്. അന്നൊക്കെ നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ പാട്ട് പഠിച്ചവർക്ക്, പാടുന്നവർക്കേ സാധിക്കൂ നായികയായിട്ട് അഭിനയിക്കാൻ. അപ്പോൾ പാട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ടും പാടി കേട്ടിട്ടുള്ളത് കൊണ്ടും ഇങ്ങനെ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് നാടകത്തിൽ അഭിനയിക്കാനൊന്നും അങ്ങനെ ചോദിക്കില്ല. പക്ഷേ എൻ്റെ അനിയത്തിയാണ് തങ്കത്തിന് വൈക്കം വാസുദേവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അതും ഈ പറഞ്ഞ പോലെ നാടകത്തിലൊന്നും അഭിനയിപ്പിക്കാനല്ലായിരുന്നു, പക്ഷേ അങ്ങനെ വേണ്ടി വന്നു ഒരു ചുറ്റുപാടിൽ. അപ്പോൾ അവരങ്ങനെ നല്ല നിലയിലിരിക്കുകയാണ്. നാടകത്തിൽ യാചകിയൊക്കെ അഭിനയിച്ച് അങ്ങനെ വളരെ കൊടികുത്തി വാഴുന്ന കാലമാണ്. അതുകൊണ്ടാണ് എന്നോടും ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഈ അഭിനയമൊന്നും വശമില്ല, പാടിയാൽ പോരല്ലോ. എങ്കിലും അന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കതിന് ഇറങ്ങേണ്ടി വന്നു, ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ ഞാനൊരു ധൈര്യത്തിന് 1 വർഷത്തെ ലീവ് എടുത്ത് നാടകത്തിൽ അഭിനയിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1945 മുതുകുളം രാഘവൻപിള്ള സാർ എഴുതിയ ഒരു നാടകം ഭാഗ്യലക്ഷ്മി. അതിൻ്റെ പ്രൊപ്പറൈറ്റർ കായംകുളത്ത് പൊട്ടക്കനത്ത് വേലിപ്പിള്ള. കമ്പനിയുടെ പേര് ഓച്ചിറ പരബ്രഹ്മോദയ സംഗീത നടന സഭ. വേലിപ്പിള്ളച്ചേട്ടനും നല്ലൊരു കുടുംബക്കാരനാണ്, നല്ലൊരു കമ്പനിയാണ്. അതുകൊണ്ട് നാടകത്തിന് പോകുന്നെങ്കിൽ ആ കമ്പനി പോയാൽ മതി എന്ന് എൻ്റെ ഉടപ്പിറന്നവനും ഒക്കെ പറഞ്ഞു. പിന്നെ തങ്കവും അവരും ആ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അറിയാം. ഞങ്ങൾ 3 പേരായിരുന്നു. എൻ്റെ നേരെ അനിയത്തി മരിച്ചുപോയി. പാട്ടൊക്കെ ഇഷ്ടമാണെങ്കിലും അവൾ പാടാറില്ല. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് തങ്കം. അപ്പോൾ അച്ഛൻ മരിച്ചു പെട്ടെന്ന്. എൻ്റെ 9-ാമത്തെ വയസ്സിൽ തങ്കം വന്ന് പാല് കുടിക്കുന്ന കുഞ്ഞാ. പ്രത്യേകിച്ച് വേറൊരു കാര്യം, അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും മക്കൾക്ക് കിട്ടാത്ത കാലത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അനന്തരാവകാശം ഞങ്ങൾക്ക് സ്വത്തുക്കളൊന്നും തന്നില്ല. അപ്പോഴും മാനമായിട്ട് ജീവിക്കാം. ഈ തൊഴിൽ ചെയ്താലും നമ്മളെ കൊണ്ട് കഴിയുന്ന തൊഴിൽ ചെയ്യണം. അത് നമ്മൾ അഭിമാനം വിടാതെ ജീവിക്കണം എന്നാണ് അമ്മ കൊച്ചിലെ ഞങ്ങളെ പഠിപ്പിച്ചത്. നല്ല രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു ധൈര്യത്തിനാണ് ഞാൻ ജോലിക്ക് പോയത്. അതുപോലെ തന്നെ അമ്മയും നാടകത്തിന് പോയപ്പോഴും അമ്മ പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇതിനൊക്കെ കൊള്ളാമോ അറിയില്ല, എന്തായാലും ഒരു ചീത്തപ്പേര് കേൾക്കരുത്, ധൈര്യം ഉണ്ടെങ്കിൽ പോയിക്കോ, തടസ്സം പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവും അനുവദിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അങ്ങേരെ പഴയ സ്കൂൾ ഫൈനലുകാരനായിരുന്നു, പക്ഷേ ജോലിക്കൊന്നും പോകില്ല. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നില്ലെന്ന് വെച്ച് എന്നെക്കൊണ്ട് കൊള്ളാവുന്ന തൊഴിൽ ഞാൻ പോകാതിരുന്ന അത് ബുദ്ധിമുട്ടാകുമല്ലോ. 2 മക്കളുമായില്ലേ. പിന്നെ 2-ാമത്തെ ആൺകുട്ടിയായിരുന്നു. അപ്പോൾ അവനെ വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്നൊക്കെയുള്ള തോന്നലൊക്കെ വന്നതും ഒരു 10-30 വയസ്സായതിന് ശേഷമാണ്. ഞാൻ നാടകത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 29 വയസ്സ് കഴിഞ്ഞ് 30-ാമത്തെ വയസ്സാണ്. മേക്കപ്പൊക്കെ ഇട്ട് ആദ്യമായിട്ട് രംഗത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് അഭിനയിക്കുന്ന കുട്ടികളുടെ സഹോദരനുമൊക്കെ ദൂരെ പോയി എന്നൊക്കെ കണ്ടിട്ട് വന്ന് പറഞ്ഞു, എന്തായാലും നേരിട്ട് കാണുന്നതിലൊരു വളരെ കുറച്ച് പ്രായമേ തോന്നുന്നു സ്റ്റേജിൽ കണ്ടിട്ട്. അതൊരു ഗുരുത്വമാണ്. ഏതായാലും മുണ്ടും നേരിതൊക്കെ ആയിരുന്നു വേഷമൊക്കെ. ആദ്യത്തെ നായികയായിട്ടേ ഞാൻ അഭിനയിച്ചിട്ടുള്ള നാടകത്തിൽ. ലക്ഷ്മി എന്നാണ് കഥാപാത്രം. ഭാഗ്യലക്ഷ്മി എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് നമ്മുടെ യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫായിരുന്നു. അപ്പോൾ നാടകം എഴുതിയ മുതുകുളം രാഘവൻപിള്ള സാർ, അദ്ദേഹമാണ് എൻ്റെ ഗുരു ഈ നാടക അഭിനയ രംഗത്ത്. ആദ്യം എൻ്റെ നെറ്റി പൗഡർ തൊടിയിച്ചതും അദ്ദേഹത്തിൻ്റെ കഥയാണ് ഞാൻ ദക്ഷിണ കൊടുത്ത് കയ്യിൽ നിന്ന് വാങ്ങിച്ചതും പഠിച്ചതും ഒക്കെ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ സാറേ ആങ്ങളെയും പെങ്ങളുമായിട്ട് എഴുതണം കഥ, നായകനും നായികയും. ഈ പ്രേമരംഗമൊന്നും അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. അഭിനയിച്ചത് ചീത്തയായിപ്പോൾ ആളുകളിരുന്ന് ഒച്ച വയ്ക്കും, ഞാൻ അവിടെ ഉരുണ്ട് വീഴും. അതുകൊണ്ട് സഹോദരനും സഹോദരനായ പിന്നെ കുഴപ്പമില്ലല്ലോ.
അങ്ങനെ എഴുതണേന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോടൊരു ഗുണദോഷം പോലെ പറഞ്ഞു, അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ മേക്കപ്പ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ കഥാപാത്രമാകുകയാണ്. ഒരു കഥയിലെ കഥാപാത്രം. അപ്പോൾ ലക്ഷ്മിയാണ്, അപ്പോൾ മാലയത്തെ പൊന്നമ്മയല്ല. ആ കഥാപാത്രം ആകുമ്പോൾ ആ മേക്കപ്പൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അഭിനയിക്കണം, ഇല്ലെങ്കിൽ അത് പരാജയമാകും. അത് കഴിയുമ്പോൾ നമ്മൾ മാലയത്തെ പൊന്നമ്മയാണ്, അല്ലെ കൊച്ചുകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ്, അമ്മയാണ് എന്നൊക്കെയുള്ള വിചാരിച്ചു. അതുവരെ ആ കഥാപാത്രമാകണം, അങ്ങനെ വിചാരിക്കണം, അതിനൊരു ദോഷവുമില്ല എന്നിങ്ങനെ ഒരു ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, നമ്മൾ അഭിനയിക്കുകയല്ലേ. ഇപ്പോൾ ഭർത്താവ് അന്നും പറഞ്ഞ് വർത്തമാനം പറയുന്നു എന്നല്ലാതെ അഭിനയമാണല്ലോ. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആകപ്പാടെ സത്യത്തിൽ. എന്തായാലും ധൈര്യത്തിന് ഇറങ്ങി. സാറ് ആദ്യത്തെ നാടകം അങ്ങനെ തന്നെ എഴുതി. നാടകം ഒരു വിജയമായിരുന്നു. തുടർന്ന് പിന്നെ എന്നെ അടുത്ത വർഷം പ്രസന്ന നാടകത്തിൽ അഭിനയിച്ചു. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് പിന്നെ വൈക്കം മണി, മുൻഷി പരമുള്ള സാറിൻ്റെ കഥ. അതും ഒരു പരാജയമായില്ല, എല്ലാം നന്നായിരുന്നു എന്നേ കേട്ടിട്ടുള്ളൂ. 2 വർഷം പോയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഒരുമിച്ച്, അനിയത്തി അനിയനും ഞങ്ങൾ ഒരുമിച്ച് ചേച്ചി എന്നൊരു നാടകം അഭിനയിച്ചു 1 വർഷം. അതിൽ ചേച്ചിയുടെ റോൾ എനിക്കും, അനിയത്തിയായിട്ട് അനിയത്തി. അങ്ങനെ അത് നല്ല NP ചെലപ്പം നേരെ എഴുതിയ കഥയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി എഴുതിയ കഥയായിരുന്നു അത്. പിന്നെ ചേച്ചിയിൽ ഞാനും പാടുന്നുണ്ട്, അനിയത്തി പാടും. അവർ രണ്ടുപേരും പാട്ടുകാരാണല്ലോ. എനിക്കും ഉണ്ട് അതിൽ ഈ കഥയോടനുബന്ധിച്ചുള്ള പാട്ടുകളും അനിയത്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 4ാമത്തെ വർഷം തിക്കുറിശി എഴുതിയ നാടകം ജീവിതയാത്ര. അതിൽ തിക്കുറിശിയായിരുന്നു നായകൻ. എനിക്കൊരു നായികയുടെ റോള് തന്നെയാണ്. അതിലെ പാട്ടുകൾ വൺസോർ പറഞ്ഞ് പാടിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. തിക്കുറിശി തന്നെയാണ് പാട്ട് എഴുതുന്നതേ. അപ്പോൾ ഹിന്ദി ട്യൂൺ വെച്ചിട്ട് എഴുതുമായിരുന്നു അങ്ങേര്. ശ്രീമാരൻ തമ്പി ഒരിക്കലും ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ചോദിച്ചു, ആ നാടകത്തിൽ ആദ്യമായിട്ട് നാടക സ്റ്റേജിൽ വന്നപ്പോൾ പാടിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യാകുന്ദേന്ദു തുഷാരഹാരധവള. ആ ശ്ലോകം 4 രാഗത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. യാകുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത ശങ്കരാഭരണത്തിൽ അങ്ങനെ തുടങ്ങി. പിന്നെ ബലഹരി, പിന്നെ ഷൺമുഖപ്രിയ, പന്തുവരാളി, ഇങ്ങനെ 4 രാഗത്തിൽ അന്ന് പാടിക്കൊണ്ടിരുന്നു. നല്ല ശബ്ദമൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ പാടിയിട്ടുണ്ട്. ജീവിതയാത്ര കഴിഞ്ഞ് പിന്നെ രക്തബന്ധം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിൽ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ശശിധരൻ. 1950 റിലീസായി. 49 ഷൂട്ടിങ് തുടങ്ങി, 50 റിലീസായി. അതിൽ PK വിക്രമൻ നായർ നായകൻ, മിസ് കുമാരിയായിരുന്നു നായിക. മിസ് കുമാരിയുടെ അമ്മയായിട്ടാണ്, നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. കണ്ണി നാണം കൊള്ളാതെ മുഖം നീ മറക്കാതെ ആനന്ദം പൂണ്ടെന്ന് നീ നോക്കടി നേരെ നീ മാറി നിൽക്കാതെ ആനന്ദം പൂണ്ടെന്ന് നീ നോക്കടി നേരെ നീ മാറി നിൽക്കാതെ ഞാനും താറും മണവും കാടും കടലും പോലവേ രാവും പകലും വാണിയിൽ ആ വാഴ്വിൽ എന്തോരാനന്ദം. അതൊരു നല്ല ചിത്രമായിരുന്നു, നല്ല അഭിപ്രായമൊക്കെ. മാസികയിൽ ഏതോ ഒരു മാസിക വാസുദേവൻ തന്നെ ഒരിക്കൽ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു. അതിലെഴുതിയിരുന്നു, പ്രഥമ ചിത്രത്തിലൂടെ ആറന്മുള പൊന്നമ്മ എന്നെ സ്റ്റാർഡം കൈക്കലാക്കിയിരിക്കുന്നു. കോപം നീ എന്നോടേതും കാട്ടിടാതെന്മാനെ ഓമൽ ചന്തേനെ മോദം നീ ചേർക്കടിയൻ മോകം നിന്നൽ താനെ മോദം നീ ചേർക്കടിയൻ മോകം നിന്നൽ താനെ. അയ്യോയ്യോ ഇത് മാത്രമാ? സോപ്പ്, സീപ്പ്, കണ്ണാടി, ഹെയർ ഓയിൽ, പൗഡർ, ലിപ്സ്റ്റിക്, ഈ വഴിയെല്ലാം ഇന്നു മുതൽ ഞാൻ വാങ്ങി ഉനക്കായി തരാമേ. അന്ന് എനിക്ക് 35 വയസ്സ് ആയിട്ടുണ്ടല്ലോ. അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിച്ചതുകൊണ്ടാണ് ഞാൻ പോയത് സിനിമയിൽ അഭിനയിക്കുക, അല്ലാതെ വേറൊരു റോളിനൊന്നും. അത് നല്ല അമ്മ. ഈ പോരുകാരി അങ്ങനെ വലിയ റോളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് പറ്റത്തുമില്ല, എനിക്ക് തന്നിട്ടുമില്ല. ആദ്യമേ വന്നത് ശശിധരനിൽ വന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു പാവം അമ്മയല്ല, പണം ഇല്ലെങ്കിലും ഒരു വൈഭവമുള്ള അമ്മയായിട്ടായിരുന്നു. ഈ മകളെ പഠിപ്പിക്കണം, പിന്നെ വലിയ പണക്കാരൻ്റെ മകൻ വന്നിട്ടും അതിനൊന്നും വകവയ്ക്കാതെ ജോലി സമ്പാദിച്ചുകൊണ്ട് വാ, പിന്നെ പെണ്ണെ തരാം, അതുവരെ മേലാൽ ഇവിടെ വരികയോ അവളെ കാണുകയോ ചെയ്യരുതെന്ന്, പോകാം എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ഒരു തൻ്റെടിയായ ഒരു അമ്മയായിട്ടായിരുന്നു ശശിധരനിൽ.
ചന്ദ്രനെ ഞാനും സന്ധിക്കാം സന്ധിയെന്നാതും ദേവി ഓ മന്മഥരേലും പ്രേമാനന്ദമേ പ്രേമാനന്ദമേ. പിന്നെ രണ്ടാമത്തെ പടം ചന്ദ്രിക. അതിലും ചന്ദ്രിക എന്നാണ് ഹീറോയിൻ്റെ പേര്. സേതുലക്ഷ്മി ആയിരുന്നു അതിൽ ഹീറോയിൻ. അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചു. മൂന്നാമതാണ് യാചകൻ. യാചകനിൽ എനിക്ക് ഒന്നും പറ്റാത്തൊരു റോളായിരുന്നു. അമ്മയുടെ റോളായിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ സമ്മതിച്ചത്. സേലത്ത് ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴാണ് ഒരു ചെറിയ ഒരു വല്ലാത്തൊരു റോള്. അപ്പോൾ മേക്കപ്പ് ഇടാൻ വന്നപ്പോഴത്തേക്കും മേക്കപ്പ് മാൻ ഈ ഏതാണ്ട് ഹീറ്ററൊക്കെ കൊണ്ടുവന്ന് വെച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് ചുരുട്ടണമെന്നൊക്കെ പറഞ്ഞ് പുരിയൊക്കെ പുരിയൊന്നും ഞാൻ എടുപ്പിക്കുകയൊന്നും ചെയ്തു. വെറും ഒരു അമ്മയല്ലേ. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചാൽ എന്താ ശങ്കർ ഇങ്ങനെ ചെയ്യുന്നു? അത് റോള് പിന്നെ അമ്മയുടെ റോളല്ല, വേറൊരു റോളാണ്, നല്ല മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് വേലപ്പം നേരെ വിളിച്ചാണ്. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് വായിച്ച് കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. ആരാ കൂടെ അഭിനയിക്കുന്നത്? കൊട്ടാരക്കര ചെയ്യുന്നവർ. ഒരു ചെറിയ ലവ് സീനല്ല, ഒരു ചെറിയൊരു വേശിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചില ഡയലോഗും ചില പെരുമാറ്റമൊക്കെ. ഞാൻ അങ്ങനത്തെ റോൾ ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എല്ലാം ചെയ്യണ്ടേ, എല്ലാ റോളും, അതല്ലേ ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് തക്ക റോള് തരുന്ന അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. എങ്കിലും പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് അതിൽ അഭിനയിച്ചു ഞാൻ യാചകനിൽ. പിന്നെ ചേച്ചി, ഞങ്ങൾ അഭിനയിച്ച ചേച്ചി നാടകം സിനിമ എടുത്തു. 5ാമത്തെ പടമാണ് അമ്മ. അമ്മ അന്ന് ടൈറ്റിൽ റോള് നമ്മുടെ അസോസിയേറ്റ് പിക്ചേഴ്സ് ടി വാസവനായിരുന്നു പ്രൊഡ്യൂസർ. അമ്മ തിക്കുറിശിയാണ് അതിൽ മകൻ ആയിട്ട് അഭിനയിച്ചത്. പിന്നെ മകള് ആയിട്ട് BS സരോജ, പിന്നെ മരുമകളായിട്ട് ലളിത. നല്ല സ്റ്റാർ കാസ്റ്റ്, നല്ല പടമായിരുന്നു കേട്ടോ. തമിഴും മലയാളവും ഒരേ ഇതിൽ 2 വെർഷൻ എടുക്കുകയായിരുന്നു. അതോടുകൂടെ നല്ല അമ്മയുടെ റോളിലോട്ട് രജിസ്റ്റേർഡ് അമ്മ എന്നൊക്കെ പറഞ്ഞ് മാസികയിലൊക്കെ വലിയ അഭിപ്രായങ്ങളൊക്കെ വന്നു കേട്ടോ. സത്യത്തിൽ അഭിനയിക്കുമ്പം എൻ്റെ അമ്മയാണ്, അമ്മയുടെ സംസാരവും അമ്മ പെരുമാറുന്ന പോലെയും, ആരെങ്കിലും പുരുഷന്മാർ വീട്ടിൽ വരുമ്പം അമ്മ അവരോട് നിന്ന് സംസാരിക്കുന്ന ആ രീതിയിലൊക്കെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നതേ. ആദ്യമായിട്ട് തന്നെ വിക്രമനാർ വീട്ടിൽ വരുമ്പോൾ ഒരു വലിയൊരു പണക്കാരൻ്റെ മകനല്ലേ, പെണ്ണെ ചോദിക്കാനാണെങ്കിലും. അപ്പോൾ എങ്ങനെ നിൽക്കണം ഇത് ചിലപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ചേട്ടാ നീ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയാം നിന്നോ എന്ന് പറഞ്ഞു എന്നോട്. നമുക്ക് അറിയാമോ നേരത്തെ അങ്ങനെ. ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ ആരെങ്കിലും വന്നാൽ നിൽക്കുന്ന പോലെ സംസാരം വളരെ നന്നായിരുന്നു അതെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മുടെ അഭയദേവൊക്കെ പറയാമായിരുന്നു, ആ രംഗം കാണാൻ എനിക്ക് എപ്പോഴും താല്പര്യമാണ്, ആ സീൻ കാണുന്നവരെ ഞാൻ കയറിയിരുന്ന് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. എന്തോ ദൈവാധീനവും ഗുരുത്വവും ഒക്കെ കൊണ്ട് എന്തോ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എങ്കിലും ഞാനിതാണ് അമ്മയാണ്, ഞങ്ങളുടെ അമ്മയാണ് ഒരു മനസ്സിൽ കാണുന്നത് എപ്പോഴും ആ അമ്മയുടെ റോള് വരുമ്പം. പിന്നെ അമ്മ എന്നുള്ള പടം കഴിഞ്ഞ് പിന്നെ തുടർന്ന് ആശാദീപം, പിന്നെ ലോകനീതി, തുടർന്ന് ഇങ്ങോട്ട് നല്ല അമ്മയുടെ റോളുകൾ തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ വല്ലാത്ത റോളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രായമൊക്കെ അതിന് ശേഷം മുത്തശ്ശിന്ന് തന്നെ ഒരു പടം പി ഭാസ്കരൻ ഡയറക്റ്റ് ചെയ്ത മുത്തശ്ശി പടം. മുത്തശ്ശിയാണ് നേരത്തെ, മകള് പ്രസവിച്ച് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയായില്ലേ. എങ്കിലും അതിനുള്ള പ്രായം, എൻ്റെ പ്രായം പോലും പറയില്ല എന്നൊക്കെ പറയും എല്ലാവരും. എന്തായാലും മുത്തശ്ശി അഭിനയിച്ച് നല്ല പടമായിരുന്നു അത്. വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്യൂ നീ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മുത്തശ്ശിയായിട്ട് കുറച്ച് നാളായിട്ട് അഭിനയിക്കുന്നു. ആദ്യം പിന്നെ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കാവേരി എന്നൊരു പടം. പെണ്ണ് കാണാൻ മോനെയും കൊണ്ട് ചെല്ലുന്നതും അങ്ങനെ ഒരു പടത്തിലുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ രാരീരം പറഞ്ഞൊരു പടം, അതിലൊരു 3-4 സീന് സുഖമില്ലാതെ കിടക്കുന്ന അമ്മയും മോനെ 2ാമത് കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഒരു അമ്മയൊക്കെ ആയിട്ട്. ആശാദീപത്തിലാണ് സത്യൻ, ആദ്യം തിക്കുറിശി, പിന്നെ സത്യൻ, പിന്നെയാണ് നസീർ. നസീറിൻ്റെ കൂടെയാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ GK പിള്ള, ജയൻ, മധു, മിക്കവാറും എല്ലാ നായകന്മാരുടെ അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. നായികമാരുടെ അമ്മയായിട്ട് വളരെ കുറവാണ്. മരുമക്കളായിട്ടും ഒക്കെ അവർ വരിക. വളരെ താമസിച്ച് ഞാൻ അച്ചുവേട്ടൻ്റെ വീട് എന്നൊരു പടം അഭിനയിച്ചു, ബാലേന്ദ്ര മേനോൻ്റെ പടം. അന്ന് എനിക്കൊരു അസുഖം വന്ന് ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം മേനോൻ പറഞ്ഞ് ആ റോളിന് ആ ക്ഷീണം നന്നായിരിക്കും എന്ന് പറഞ്ഞ് മുട്ട വീക്കുകയൊക്കെ വെച്ച്, നിങ്ങളൊക്കെ പടം കണ്ടിട്ടുണ്ടാകുമായിരിക്കും, എല്ലാവരും പറയാം. അന്ന് ആ കൊല്ലം എല്ലാവരും പറഞ്ഞ് ഈ പടം തീർച്ചയായിട്ടും ഒരു അവാർഡ് തരും. അതിനു മുമ്പും പറയാറുണ്ടായിരുന്നു, പക്ഷേ ഒന്നും തന്നിട്ടില്ല. മുത്തശ്ശിക്കൊക്കെ പറയുമായിരുന്നു. ഇതിനും ഒന്നും കിട്ടിയില്ല, ഈ അവാർഡൊന്നും തന്നില്ല, അവരത്ര പരിഗണിച്ചില്ല. നല്ല റോളായിരുന്നു അത്. അതെനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു അമ്മയുടെ റോളാണ്. ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. അവസാനം എനിക്ക് അവാർഡ് കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കഥാപുരുഷൻ
എന്ന പടത്തിൽ അദ്ദേഹം എന്നെ വിളിക്കാനും അതൊരു പല കാലഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു പടമായിരുന്നേ. പ്രൗഢിയായിട്ട് നടന്ന ഒരു കുടുംബം, അത് അവസാനം കൃഷിഭൂമിയൊന്നും കിട്ടാതെ, കൃഷി ചെയ്ത് നമുക്കൊന്നും ആദായം കിട്ടാതെ വളരെ വിഷമിച്ച് ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ വന്ന അവസാനം അമ്മ മരിക്കുകയാണ് അതിൽ. അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടാനിടയായത്. നമുക്ക് നമ്മുടെ ഒരു തൊഴിൽ നമ്മൾ മാനമായിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും അവസാനം തോന്നി ഇത്രയും നാൾ അഭിനയിച്ചിട്ട് ഒരു അവാർഡ് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം തോന്നിയിരുന്ന സമയത്താണ് ഈ കഥാപുരുഷനിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നതും. അങ്ങനെ നാഷണൽ അവാർഡ് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നുമില്ല, സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ആഗ്രഹിച്ചിരുന്നു സത്യത്തിൽ. അതും ആ കൊല്ലം തന്നെ അതേ പടത്തിന് തന്നെ നാഷണൽ അവാർഡും കിട്ടി. പിന്നെ പ്രേം നസീർ അവാർഡ് പലർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, തിക്കുരിശിക്കൊക്കെ ആദ്യം കൊടുത്തത്. അങ്ങനെ പ്രേം നസീർ അവാർഡ് അവർ തന്നു. എൻ്റെ ശതാഭിഷേകം ആ വർഷം തന്നു. എല്ലാവർക്കും കാര്യമാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പൈസ കുറച്ച് ചില പ്രൊഡ്യൂസേഴ്സ് വളരെ കുറച്ച് എമൗണ്ടൊക്കെ പറയും. പ്രത്യേകിച്ച് ഈ അമ്മ റോളെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വലിയ എമൗണ്ട് ഒന്നും കൊടുത്തിരുന്നില്ല. കിട്ടുന്നത് മതി എന്ന് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുക. പൈസയൊക്കെ കുറവല്ലേ, ആ പ്രൊഡ്യൂസർ തരികയില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഭിനയം അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് എപ്പോഴും ആത്മാർത്ഥയോടെ ആ ഗൗരവത്തോടെ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. മറ്റൊരു തരത്തിലൊന്നും തോന്നിയില്ല. പിന്നെ കിട്ടുന്ന പൈസ അവരെ സന്തോഷമായിട്ട് തന്നാൽ അത് വാങ്ങിക്കുക എന്നല്ലാതെ പ്രതിഫലത്തിന് വേണ്ടി ഞാൻ ആരോടും വഴക്കടിച്ചിട്ടുമില്ല. അങ്ങനെ ഇത്രയും കാലമൊക്കെ ഇങ്ങനെ പോയി. പിന്നെ ഇപ്പം മകനും ഒക്കെ മരിച്ചു. ഇപ്പം ഹസ്ബൻഡ് മരിച്ചിട്ടിപ്പം അവരൊക്കെ പോയതിന് ശേഷമാണ് എനിക്കിങ്ങനൊരു അംഗീകാരം കിട്ടിയത്. അപ്പോഴിങ്ങനെ ഓർക്കും, അന്നിങ്ങനെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ വെളിയിലിരുന്ന് വർത്തമാനം പറയുന്നതും ഷൂട്ടിങ് സമയത്തെ. അന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഔട്ട്ഡോർ അല്ലല്ലോ, കൂടുതലും ഇൻഡോറാണ്. ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടാവും. അപ്പം തിക്കുരിശി പറഞ്ഞ അമ്മയായിട്ട് അഭിനയിക്കുന്നെങ്കിലും എന്നെക്കാട്ടി 2 വയസ്സ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നു, അതിന് മുമ്പ് വിളിക്കില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു, ആ കണക്കിനാണെങ്കിൽ എനിക്ക് അമ്മയെക്കാട്ടി 3 വയസ്സ് കൂടുതലുണ്ട്. പക്ഷേ എന്തോ ഈ സിനിമയിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം മുതൽ എനിക്കെന്തോ അമ്മയോടുള്ള ഒരു ബഹുമാനമാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അടുത്ത ജന്മം ഞാൻ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിക്കും എന്നൊക്കെ ഇങ്ങനെ നേരം പോക്കെ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രേം നസീറാണ് കൂടുതൽ പടത്തിൽ എൻ്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, ധാരാളം പടത്തിൽ. നസീറിനോട് അഭിനയിക്കുമ്പം വാസ്തവം പറഞ്ഞാൽ എൻ്റെ രാജനെ പോലെയാണ്. ഞാൻ എപ്പോൾ എല്ലാവരോടും പറയും, അതുപോലെ എന്തോ ഒരു കാണാനും സംസാരവും ആ ഒരു പെരുമാറ്റവും ഒക്കെ ആയിരുന്നേ. സത്യനും തിക്കുറിശൊക്കെ പറഞ്ഞ് ഇത്തിരി ഗൗരവം അങ്ങനെയുള്ള നമുക്ക് മക്കളായിട്ടാണെങ്കിലും ആ ഒരു ഇതായിരുന്നു. നസീർ അങ്ങനെയല്ല, എപ്പോഴും ഒരു വർത്തമാനം പറയുന്നതും ചോദിക്കുക അങ്ങനെ ഒരു താല്പര്യം എനിക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നോടും അതുപോലെ തന്നെയായിരുന്നു. ഓർമ്മകളിലൂടെ ഒരമ്മ. പ്രശസ്ത അഭിനേത്രി ആറന്മുള പൊന്നമ്മയുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.